മുന്നേ നമ്മൾ വളരെ നൊസ്റ്റാൾജിക് ആയ ഒരു സോങ് കേട്ടു, ആസ്വദിച്ചു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന അജലാണ്. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 വളരെ ടാലന്റഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് റെട്രോ സ്റ്റൈൽ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം അജൽ. അജൽ, ഇന്ന് റെട്രോ സ്റ്റൈൽ റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? സിംല സ്പെഷ്യൽ എന്ന ഫിലിമിലെ SPB സാർ പാടിയ ഉനക്കിന മേലെ നിன்று. പാടിച്ചു പൊളിക്കണം. ശ്രമിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Thank you. Let's have a look. 1 2 3 4.
പെർഫോമൻസ് അജൽ. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. സ്പെഷ്യലി നമ്മുടെ കൊറിയോഗ്രാഫേഴ്സ്, ദേ ഡിസേർവ്സ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഡമ്മി ഓർക്കസ്ട്ര? അടിപൊളിയല്ലേ? നന്നായിട്ട് ചെയ്യേ? കുറച്ച് മൂവ്മെന്റ് ഒക്കെ ചെയ്തല്ലോ ഇന്ന്. എൻജോയ് ചെയ്തു അല്ലേ? ഒരുപാട് പറഞ്ഞു ആണോ? ഓക്കെ, അപ്പൊ നമുക്കിനി കമന്റ്സ് അറിയാം. അനുവേട്ട, അജൽ, നമ്മുടെ ഈ ഷോയുടെ ഒരു മോടി കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമോ അങ്ങനത്തെ ഒരു ആക്ട് ഒന്നുമല്ല. ബട്ട് ജെനുവിൻലി അജൽ, യു ഡിസേർവ്ഡ് ദിസ് ആക്ട് ഓഫ് ഗെസ്റ്റർ ബിക്കോസ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ പാടി ഈ പാട്ട്. ബിക്കോസ് പേഴ്സണലി ഏറ്റവും ഞാനിത് ഒത്തന്റിക് ആയിട്ട് പറയാൻ കാരണം, ഈ പാട്ട് പാടിയിട്ടുള്ള SPB സാർ, അദ്ദേഹത്തിന്റെ കുറേ സ്റ്റേജുകളിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പാട്ട് പാടിയും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം ഈ പാട്ട് ക്ലോസ് ടു പെർഫെക്ഷൻ മോനിൽ നിന്നാണ് ഞാൻ പാടി കേൾക്കുന്നത്. വേറെ പാടിയിട്ടുണ്ടാവും ആൾക്കാർ, പക്ഷെ ഞാൻ കേൾക്കുന്നത് മോന്റെ ശബ്ദത്തിലൂടെയാണ്. ഇത് നമുക്ക് സമ്മാനിച്ച MS വിശ്വനാഥൻ രാമമൂർത്തി എന്ന ഗ്രേറ്റ് കോമ്പിനേഷൻ ഓഫ് തമിഴ് സിനിമ, അവർക്കൊരു പ്രണാമം. ആൻഡ് ഈ പാട്ടിനെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയ ഒരു വ്യക്തിയുണ്ട്, പത്മശ്രീ പത്മഭൂഷൺ കമൽ ഹാസൻ. ബിക്കോസ് അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദ ഓൾ ടൈം ഗ്രേറ്റ് പെർഫോമൻസസ് ഉള്ള ഒരു പാട്ടാണിത്. ഈ സിനിമ വേണ്ട രീതിയിൽ ഓടിയില്ല. സിംല സ്പെഷ്യൽ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു അൺമാച്ചബിൾ പെർഫോമൻസ് ആണ് ഈ പാട്ടിൽ. ഈ പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹവും കമലഹാസനും അദ്ദേഹത്തിന്റെ സുഹൃത്തായ SV ശേഖറും ഒരു നാടക കമ്പനിയിലെ അംഗങ്ങളാണ്. അവർ സിംല എന്ന് പറഞ്ഞ സ്ഥലത്ത് നാടകം അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ചെല്ലുന്ന ഇവരുടെ കൂട്ടത്തിൽ SV ശേഖറിന്റെ സിസ്റ്ററിന് കല്യാണമാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ കല്യാണത്തിന് വേണ്ടി കുറെ പൈസ ഉണ്ടാക്കണം. ഈ നാടകങ്ങളൊക്കെ തീർന്നാലേ ആ പൈസ കിട്ടുള്ളൂ. കമലഹാസന്റെ അമ്മ മരിക്കും ഇതിന് നടുവിൽ. നാട്ടിൽ നിന്നൊരു കമ്പി വരും, ഇങ്ങനെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ SV ശേഖർ ഈ ടെലഗ്രാം കമലഹാസനെ കാണിക്കില്ല, നാടകം മുഴുവൻ എല്ലാ നാടകങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പാട്ടിന് കയറുന്നതിന് മുമ്പ് കമലഹാസൻ ഇത് കാണാണ്, അമ്മ മരിച്ചു എന്നുള്ള ഒരു ന്യൂസ് കണ്ടിട്ട്. അങ്ങനെ സ്റ്റേജിൽ കയറി കമലഹാസൻ പെർഫോം ചെയ്യുന്നൊരു പാട്ടാണ് അത്. അതിന്റെ ചരണത്തിൽ വരുന്ന ലൈൻ അതാണ്, യാറാരോ നൻപൻ എന്ന് ഏമാന്ത നെഞ്ചം ഇത്. അതായത് നമ്മൾ എത്രയോ പേരെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ എന്ന് വിശ്വസിക്കുന്നു, പക്ഷെ യു ക്യാൻ നെവർ പ്രെഡിക്റ്റ് ആരെപ്പോ മാറുന്നുള്ളത്. ഇന്നത്തെ ലോകത്തും വളരെ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം. കമ്മിങ് ടു യുവർ സിംഗിങ്, ഫാന്റാസ്റ്റിക് ഇറ്റ് വാസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ പാടി. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരു തെറ്റുമില്ല. ഒരു സ്ഥലത്ത് മോൻ ഓർക്കസ്ട്ര മിസ് ചെയ്തു എന്ന് തോന്നുന്നു, പക്ഷെ അതൊന്നും പാട്ടിന് ഒരിക്കലും ബാധിച്ചില്ല. മോനും അത് യു ഡിഡ്ന്റ് എക്സ്പ്രസ് ഇറ്റ് ത്രൂ യുവർ സിംഗിങ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ പാടി. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ആൻഡ് സ്പെഷ്യലി നമ്മുടെ കൊറിയോഗ്രാഫേഴ്സ്, അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. അവരത്ര നന്നായിട്ട് ഒരു വെർച്വൽ ഓർക്കസ്ട്ര ആയിട്ട് അവരോട് പെർഫോം ചെയ്തു. നമ്മുടെ ഓർക്കസ്ട്രയ്ക്കും റിയൽ ഓർക്കസ്ട്രയ്ക്കും ഒരു പ്രത്യേക താങ്ക്സ്. നിങ്ങൾക്കുള്ള ഒരു പാര വരാൻ പോകുന്നത് ഇവരുടെ പെർഫോമൻസ് കണ്ടതിന് ശേഷം ഞങ്ങൾ കാര്യമായിട്ട് ഇനി മുതൽ ട്രാക്ക് ഇട്ടിട്ട് ഇവര് വിളിച്ചാൽ മതിയോ എന്നുള്ള ഒരു ആലോചനയിലാണ്. അതുകൊണ്ട് അത്രയും നന്നായിട്ട് അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഹാൻഡിൽ ചെയ്തു. താങ്ക് യു അജൽ, താങ്ക് യു കൊറിയോഗ്രാഫേഴ്സ്, ആൻഡ് താങ്ക് യു മൈ ഡിയർ ഓർക്കസ്ട്ര. താങ്ക് യു. അജൽ, അനുവേട്ടൻ എണീറ്റപ്പോ ഒന്ന് പേടിച്ചു. എന്താ അനുവേട്ടന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുകൊണ്ട് ഇങ്ങനെ പകച്ചു നിന്നു അല്ലേ? അതൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡിങ് ഒവേഷനിൽ കൂടുതൽ ഒരു എന്താ പറയാ, അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അനൂപ് അത് ചെയ്തത്. എന്താ അസലായിട്ട് മോൻ ഈ പാട്ട് പാടി. ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്ന. പക്ഷെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ പോലും എന്ത് രസമായിട്ട് ഈ പാട്ട് എനിക്ക് സെലക്ട് ചെയ്തതിന് അനൂപിന് ഒരു സ്പെഷ്യൽ. നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂമർ അല്ലെങ്കിൽ ഒരാളുണ്ടായത് കൊണ്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത്ര വ്യത്യസ്തമായ പാട്ടുകൾ എടുക്കാനും അത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരും പഠിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കാനും ഒരുപാട് പേർക്ക് കേൾക്കാത്തവർക്ക് കേൾക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത്. ഈ പാട്ടില് എത്ര ടഫായ പാട്ടാണെന്ന് ചുമ്മാ ഒരുപക്ഷെ ഋതം കേൾക്കുമ്പോൾ അങ്ങനെ എളുപ്പമാണെന്ന് ചിലർക്ക് തോന്നിയാൽ, പക്ഷെ ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സ്ഥലങ്ങള്, ഉനക്കെന്നെ മേലയിൽ രണ്ടാമത് ഇംപ്രവൈസ് ചെയ്തത്, പിന്നെ സിന്താന കണ്ണിയിൽ അതെന്തായിരുന്നു ഒരു കണക്ഷൻ കൊടുത്ത് പാടിയില്ലേ, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ കാൽ കൊണ്ട് അതെങ്ങനെയാ, പാൽ പോലെ, ഈ രണ്ട് വാക്കുകളില് നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. അതെങ്ങനെയായിരുന്നു പാടിയ? കാൽ കൊണ്ട് ആടും പിള്ളേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. മോന് പ്രത്യേകിച്ച് ദൈവാനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് വാക്കുകളില്ല പറയാൻ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഡാൻസേഴ്സ് കുട്ടികളും അവർ ഓരോരുത്തരും ഇപ്പൊ തബല വായിക്കുന്നവരായിക്കോട്ടെ, ഡ്രംസ് കൈകാര്യം ചെയ്യുന്നതായിക്കോട്ടെ, ഗിറ്റാർ ആയിക്കോട്ടെ, കറക്റ്റ് ആ പോർഷനാന്നൊക്കെ വരുമ്പോഴേ അറിയാം. ഓക്കെ മോനെ. അജല് നന്നായിട്ട് പാടുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത്
ഒരു അത്ഭുതത്തിന് വക നൽകുന്ന ഒരു കാര്യമല്ല. കാരണം അജലിൽ നിന്ന് അത് പ്രതീക്ഷിക്കും. പക്ഷെ ഇത് തികച്ചും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം അജലിന്റെ ഒരു എനർജി ലെവൽ, അത് എനിക്ക് തോന്നുന്നു ഈ കോൺടെസ്റ്റിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പാടിയിട്ടുള്ളൊരു കോൺടെസ്റ്റന്റ് ആയിരിക്കും അജൽ. കാരണം ഒരു റൗണ്ടിലോ ഒരു സ്റ്റേജസിൽ പോലും ഒന്ന് തളർന്നതായിട്ടോ അത്ര കുറച്ച് മോശമായിട്ടോ ഒന്നും പോയില്ല എന്ന് എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് എന്തായാലും ഇത് ഒരു അത്ഭുതകരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ടോട്ടൽ ഫീസ്റ്റ് ആയിരുന്നു. അത് എന്തായാലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ MSV സാറിന്റെ കാര്യം, ഇപ്പൊ ഈ ഇത്തരം സിറ്റുവേഷൻ ഞാൻ പറഞ്ഞപ്പോഴാണ്. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസേഴ്സ് പലപ്പോഴും അവർ ഈ ഡ്രാമ ഓഫ് ലൈഫിൽ അത് ഒരുപാട് കൺസീവ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ല കേവലം ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിലല്ല, അപ്പുറം ജീവിത സന്ദർഭങ്ങളെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്താണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് സങ്കടം ഉള്ളിലൊതുക്കി ആഘോഷിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പാട്ടാണിത്. അതുകൊണ്ട് തന്നെ ആ രാഗം സെലക്ട് ചെയ്തത്, സിന്ധു ഭൈരവി രാഗം സെലക്ട് ചെയ്തതും അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മാജിക്കലായിട്ടുള്ള ഒരു തോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് മുന്നിൽ നമുക്ക് പ്രണമിച്ചേ ഒക്കൂ. അത് മോനിലൂടെ അത് കേട്ടതും ഇത്ര പെർഫെക്റ്റ് ആയിട്ട്, അത് ഇതിന്റെ സൃഷ്ടാക്കള് ഒരുപക്ഷെ SPB സാർ ആണെങ്കിലും MSV സാറൊക്കെ ആണെങ്കിലും അവർക്കും വളരെ 100% അവർക്കും തൃപ്തിയായേനെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. താങ്ക് യു വിചേട്ടാ. അജൽ, ഗ്രേറ്റ് കമന്റ്സ്. അപ്പൊ നമുക്കിനി മാർക്സ് നോക്കാം. അനുവേട്ട on 30. Mone, I would like to give you 29.25 out of 30. 29.25. And for style, attitude and performance, ഇതിനേക്കാളും ഈ പാട്ടിനെ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. അതുകൊണ്ട് 4 out of 4. Full scores on 4. താങ്ക് യു അനുവേട്ട. റീം ചേച്ചി, ഞാനും ആ മാർക്കിനേക്കാൾ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ 30 എത്തിച്ചേരും അല്ലെ. അതുകൊണ്ട് 29 on 30. 29 on 30. ചേച്ചി on 3. 3 താങ്ക് യു ചേച്ചി. വിജേട്ടാ 29 on 30 and expression 3. താങ്ക് യു വിജേട്ടാ. അജൽ, total score is 97.25 on 100. Fifth stage, I think this is the highest score.